എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. അതോടൊപ്പം ഇന്നത്തെ നമ്മുടെ ഡിഷ് എന്ന് പറയുന്നത് ബീഫ് കറിയാണ്. അപ്പോൾ ഞാനത് 1 കിലോ മേടിച്ചിട്ടുണ്ട്. അത് കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് വേവിച്ചെടുത്തതാണ്. അപ്പം അതിന് വേണ്ടുന്ന സാധനങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ തേങ്ങാക്കൊത്ത്, തേങ്ങയൊക്കെ ഇട്ട് വറുത്ത് നമുക്ക് എടുക്കാമെന്ന് വിചാരിച്ച് തേങ്ങാക്കൊത്ത്, പിന്നെ കാശ്മീരി മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ശകലം മീറ്റ് മസാല, പിന്നെ ഇഞ്ചി ഗാർലിക് പേസ്റ്റ്, പിന്നെ ടൊമാറ്റോ, പച്ചമുളക്, ഇതെല്ലാം ഒന്ന് വഴറ്റി എടുത്തു കഴിഞ്ഞിട്ട് ഇതിന് ഒരു മെയിൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ നമുക്കിതൊന്ന് വഴറ്റിയെടുത്താലോ. അപ്പോൾ ഇത് വഴറ്റാൻ വേണ്ടിയുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പം വെളിച്ചെണ്ണ ഒഴിച്ചു, അപ്പം ശകലം തേങ്ങ കൊത്തിട്ട് കൊടുക്കും. അപ്പം നമ്മുടെ തേങ്ങാക്കൊത്ത് ഫ്രൈ ആയി വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കഴിഞ്ഞിട്ട് ഉപ്പും കൂടി ഇട്ട് അവനെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഒരു ഗോൾഡ് കളറിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ അന്നേരത്തേക്ക് നമുക്ക് ഈ പച്ചമുളക് നടുകെ പിളർന്നത് നമുക്ക് ഇട്ട് കൊടുക്കാം. വേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഞാൻ അരച്ച് വെച്ചിരുന്നു. അപ്പോൾ അതും കൂടെ ചേർത്ത് ഇതിൻ്റെ കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാൻ ഉള്ളി 2 സൈഡിലായിട്ട് നീക്കിയിട്ട് ആ നടുക്കാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ടത്. അതിൻ്റെ ആ പച്ചമണം മാറിയിട്ട് നമുക്ക് ഉള്ളിയുടെയൊക്കെ കൂടെ മൊത്തത്തിലിട്ട് അങ്ങ് ഇളക്കിയെടുക്കാം. എല്ലാം നല്ല രീതിയിൽ വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് തക്കാളിക്കയും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടി, കുരുമുളക്, മല്ലിപ്പൊടി, ഇത് നമ്മുടെ ബീഫ് മസാലയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. അപ്പം നമ്മുടെ മസാലകളെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഈ കുക്കറിൽ വേവിച്ച് വെച്ചേക്കുന്ന ബീഫിൻ്റെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ ഒരു ശകലം പോലും വെള്ളം ചേർത്തില്ല. ബീഫിനകത്ത് ഞാൻ പിഴിഞ്ഞ് വെച്ചിട്ട് പോലും അതിൽ വെള്ളം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നെയ്യും എല്ലാം കൂടെ ഇറങ്ങിയിട്ട് നമുക്കിനി ഒരു ശകലം, നമ്മൾ ഉള്ളി വഴറ്റിയപ്പോൾ ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു, എന്നാലും നമുക്ക് ഒരു ശകലം ഉപ്പിൻ്റെയും കൂടെ കുറവ് കാണും. അപ്പോൾ ഉപ്പ് ആവശ്യത്തിന് നമുക്ക് കറിവേപ്പില ഇട്ട് നമുക്ക് നല്ലപോലെ ഇല വെച്ച് ആയിക്കൊണ്ടിരിക്കുന്നു. ചെറുതായിട്ട് ഇളക്കി കൊടുത്താൽ ഇനിയാണ് ഞാൻ പറഞ്ഞ സ്പെഷ്യൽ, അതായത് നമ്മുടെ പെരിഞ്ജീരകവും എല്ലാം പൊടിച്ച ഗരം മസാലപ്പൊടി അത് ലാസ്റ്റിലിട്ട് നമുക്ക് നല്ല പോലെ ഇളക്കിയെടുക്കാം. താളിക്കാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. കടുക് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. നമുക്ക് മുളകിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂടെ കിടന്ന് കടുവറക്കട്ടെ. കടുവറ കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാൻ ഈ മസാല ബീഫൊക്കെ വെക്കുമ്പോഴുണ്ടല്ലോ, കടുവ വറുക്കുന്നതിനകത്തും കൂടി ശകലം മസാലപ്പൊടി ഇട്ടിട്ട് അങ്ങോട്ട് പെരട്ടി അങ്ങോട്ട്